ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എഡ്യൂഫിക്സ് അക്കാദമി. ആന്ത്രോപോളജി എന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാസ്പദമാക്കിക്കൊണ്ട് ഏതെല്ലാം കോഴ്സുകൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിക്കകത്തുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്നിവയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കോഴ്സുകളാണ് ഇഗ്നോയിലുള്ളത്. 3 കോഴ്സുകളാണുള്ളത്. അതിൽ 2 എണ്ണം ഡിഗ്രി കോഴ്സുകളും 1 എണ്ണം PG കോഴ്സുമാണുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് BSc FAN ബാച്ചിലർ ഓഫ് സയൻസ്, അതായത് BSc കോഴ്സ് ആന്ത്രോപോളജിയിൽ. രണ്ടാമത്തേത് BSc ANH ബാച്ചിലർ ഓഫ് സയൻസ് ഹോണേഴ്സ് ആന്ത്രോപോളജി. തേർഡ് വൺ മാസ്റ്റർ ഓഫ് ആർട്സ്, അതായത് MA ഇൻ ആന്ത്രോപോളജി. അപ്പോൾ ഇതിൽ ഡിഗ്രി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നവർക്ക് ഡിഗ്രി കോഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ MA കോഴ്സായ ആന്ത്രോപോളജിയും നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാം ഈ വീഡിയോക്കകത്ത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിഗ്രി എടുക്കുന്ന സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹോണേഴ്സ് ഡിഗ്രി എടുക്കാനാണ്. അതാണ് നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിനും മറ്റും കൂടുതൽ ആവശ്യമായിട്ടും ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള കോഴ്സ്. ഈ ഒരു ആന്ത്രോപോളജി BSc FAN എന്ന് പറയുന്നത് ഒരു 4 ഇയർ ഡിഗ്രിയാണ്. തേർഡ് ഇയറിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ BSc FAN എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. 3 ഇയറിൽ എക്സിറ്റ് ചെയ്യണമെങ്കിൽ 3 ഇയർ ഡിഗ്രി കിട്ടും. 4 ഇയർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 4 ഇയർ ഡിഗ്രി കിട്ടും. അതല്ല, അത് നിങ്ങൾക്ക് അതിൽ മേജറായിട്ട് ആന്ത്രോപോളജി, മൈനറായിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സ് എടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ആന്ത്രോപോളജിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഹോണേഴ്സ് ഡിഗ്രി എടുക്കാം. ഹോണേഴ്സ് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയാണ്. ഇത് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി സ്ഥലത്ത് നിന്നുകൊണ്ടോ എവിടെ വെച്ചാലും നിങ്ങൾക്ക് ഈ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സ്ഥിരമായിട്ട് കോളേജിൽ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 3 ഇയർ ഡിഗ്രിയാണ്. മാക്സിമം 6 ഇയേഴ്സ്, 6 വർഷമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ തരുന്ന ഡ്യൂറേഷൻ. മിനിമം ഡ്യൂറേഷൻ 3 ഇയർ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇതിലേതെങ്കിലും ഒന്നിൽ പഠിക്കുകയും എക്സാം എഴുതുകയും ചെയ്യാം. സ്പെഷ്യലൈസേഷൻ ശ്രദ്ധിക്കുക, നിങ്ങൾ സർട്ടിഫിക്കറ്റിൽ ആന്ത്രോപോളജി എന്നാണ് വരിക. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് കോർ കോഴ്സുകളുണ്ട്, കോർ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടാവും. നിങ്ങൾ കോഴ്സുമായി പുറത്തേക്കുള്ള ലാംഗ്വേജുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരിക്കും. അതുപോലെ ഇതിൽ എലിജിബിലിറ്റി വരുന്നത് +2 ആണ്. നിങ്ങളെ ഫീ വരുന്നത് 6300 രൂപയാണ്, പെർ ഇയർ ആണ്. അങ്ങനെ 3 വർഷമാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ ഫീ, ഡെവലപ്മെൻറ്റ് ഫീയും കൂടെ 7000 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. 6300ൻ്റെ കൂടെ 700 രൂപയും കൂടി എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ കേരളത്തിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെൻറ്റർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കോളേജിൻ്റെ അണ്ടറിലായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്, രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് കൊച്ചിൻ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസുകളൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റഡി സെൻറ്റേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ഗൈഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ഈ ഒരു സ്റ്റഡി സെൻറ്ററിലാണ്. ഇത് ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റാവുന്നൊരു കോളേജ് ചൂസ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് വടകര റീജിയൻ സെൻറ്ററിൽ വരുന്ന കോളേജസാണിത്. ഇത്രയും കോളേജസുകളാണ് കേരളത്തിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇതിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വിശാഖപട്ടണത്ത് എടുക്കാം, ഡൽഹിയിൽ എടുക്കാം, ജോധ്പൂരിൽ എടുക്കാം, എവിടെ വേണമെച്ചാലും നിങ്ങൾക്ക് എടുക്കാം. എക്സാമും നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എഴുതാം. പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കൽ ആ ഒരു സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് തീർക്കണം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലിൻ്റെ മാർക്കൊക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലുള്ള കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി സെൻറ്റർ ഏറ്റവും അടുത്തുള്ളത് തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് AIയോട് ഇതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ജോലി സാധ്യതകൾ ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് തുടങ്ങിയ ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ
വളരെയധികം സ്കോപ്പുള്ള ഒരു കോഴ്സാണ്. ആന്ത്രോപോളജി എന്ന കോഴ്സ് മനുഷ്യ സംസ്കാരം, മനുഷ്യവികാസം തുടങ്ങി ആദിവാസി പഠനം, പുരാവസ്തുശാസ്ത്രം, ജൈവശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ആഴത്തിൽ പഠിക്കുന്ന ഡിഗ്രിയാണ്. ഇന്ത്യയിലും വിദേശത്തും വിവിധ മേഖലകളിൽ ഇത് നല്ല സ്കോപ്പുണ്ട്. ഈ കോഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ വായിക്കേണ്ടതില്ലല്ലോ. മനുഷ്യ ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് കിട്ടും. ട്രൈബൽ തുടങ്ങിയ മേഖല റിസർച്ച്, ഗവൺമെൻറ് എക്സാംസിന് ഇത് ഉപകാരപ്പെടും. സോഷ്യൽ വർക്ക്, NGO, പബ്ലിക് പോളിസി മേഖലയിൽ പ്രവേശിക്കുക. ആന്ത്രോപോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് UPSC, PSC പോലുള്ള പരീക്ഷകൾ അഡ്വാൻറ്റേജ് ഉണ്ടാകും. മനുഷ്യ വിഭവ വികസനം, HR, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, CSR മേഖലകളിലും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ റിസർച്ച്, സർവേ, ഡാറ്റ കളക്ഷൻ, ഫീൽഡ് വർക്ക് സ്കില്ല് തുടങ്ങിയ സ്കില്ലുകളൊക്കെ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ജോലി സാധ്യതകൾ ഗവൺമെൻറ് സെക്ടറുകളിലുള്ള ജോലി സാധ്യതകൾ നോക്കുന്നതാണ്. ലഭിക്കാവുന്ന ജോലികൾ ആന്ത്രോപോളജിസ്റ്റായിട്ട് ജോലി ലഭിക്കും. റിസർച്ച് അസിസ്റ്റൻറ്റ്, ട്രൈബൽ വെൽഫെയർ ഓഫീസർ, പിന്നെന്താണ് മ്യൂസിയം അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ റിസർച്ചർ, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ, ഡോക്യുമെൻറ്റേഷൻ ഓഫീസർ. ഓക്കെ, എവിടെയെല്ലാം ജോലി ലഭിക്കും? ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, ആർക്കിയോളജിക്കൽ സർവേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂസിയം സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, സെൻസസ് ആൻഡ് സർവേ ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് ഹെൽത്ത് പ്രൊജക്ട്സ്, യൂണിവേഴ്സിറ്റീസ്, റിസർച്ച് സെൻറ്റേഴ്സ്, UPSC, PSC റിലേറ്റഡ് സർവീസുകളിലൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ NGO ആൻഡ് സോഷ്യൽ സെക്ടറിൽ ഇതിൽ വലിയ സ്കോപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ജോലി ലഭിക്കാവുന്ന സ്ഥാപനങ്ങൾ ട്രൈബൽ ഡെവലപ്മെൻറ്റ് NGOs, UNICEF പ്രൊജക്ട്സ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊജക്ട്, ഇതൊക്കെ ഒരു സാധ്യതകളാണ് പറയുന്നത്. അവിടെയുള്ള റോൾസ് എന്താണ്? കമ്മ്യൂണിറ്റി കോർഡിനേറ്ററായിട്ടും, സോഷ്യൽ റിസർച്ചറായിട്ടും, പ്രൊജക്റ്റ് ഓഫീസറായിട്ടും, ഫീൽഡ് കോർഡിനേറ്ററൊക്കെ ആയിട്ട് ആന്ത്രോപോളജി എടുത്താൽ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ ഹയർ സ്റ്റഡീസ്, റിസർച്ച് ആൻഡ് അക്കാദമിക്സിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിന് ഇതിന് സ്കോപ്പുണ്ട്. തുടർന്ന് പഠിക്കാവുന്ന കോഴ്സുകൾ MA ആന്ത്രോപോളജി, MSc ആന്ത്രോപോളജി, ആർക്കിയോളജി, അതുപോലെ ഫോറൻസിക് ആന്ത്രോപോളജി, ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാവുന്നതാണ്. തുടർന്ന് ലഭിക്കാവുന്ന ജോലികൾ ലെക്ചറേഴ്സ്, അതായത് ഒരു MA അല്ലെങ്കിൽ MSc ഇത് കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെക്ചറർ, റിസർച്ച് സ്കോളർ, യൂണിവേഴ്സിറ്റി പ്രൊഫസർ, അക്കാദമി കണ്ടൻറ് ക്രിയേറ്റർ, ഇത്തരം ജോലികളിലൊക്കെ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ്. അതിൻ്റെ ഫോറൻസിക് ആൻഡ് മെഡിക്കൽ ആന്ത്രോപോളജി സ്കോപ്പ്. ആന്ത്രോപോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പിന്നീട് നിങ്ങൾക്ക് എത്തിപ്പെടാവുന്ന മേഖലകളാണ് ഫോറൻസിക് ആന്ത്രോപോളജി, ഹ്യൂമൻ സ്കെലറ്റൽ അനലൈസിസ്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സപ്പോർട്ട്, ഡിസാസ്റ്റർ വിക്ടിം ഐഡൻറ്റിഫിക്കേഷൻ പോലെയുള്ള മേഖലകളിലേക്ക് പോവാം. അതൊരു അഡ്വാൻസ്ഡ് മേഖലയാണ്. പിന്നെ പുറത്ത്, അതായത് അബ്രോഡ് നിങ്ങൾക്ക് എന്തെല്ലാം ഓൾ ഓവർ ദ വേൾഡിൽ നിങ്ങൾക്ക് എന്തെല്ലാം ഈ കോഴ്സ് എടുത്താൽ എന്താണെന്ന് നോക്കാം. സ്കോപ്പുകൾ USA, കാനഡ, UK അങ്ങനെ ജസ്റ്റ് പറയുന്നു. നമ്മൾ ഇവിടങ്ങളിലൊക്കെ കൾച്ചർ റിസർച്ച്, അതുപോലെ മൈഗ്രേഷൻ സ്റ്റഡീസ്, മ്യൂസിയം സ്റ്റഡീസ്, അങ്ങനെ ഓരോ മേഖലകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒരു ഡിമാൻഡ് ഉണ്ട്, ഇതിനൊരു അവസരം ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആന്ത്രോപോളജി എടുത്താൽ വാല്യൂ ഉള്ള മേഖലകളാണ് ട്രൈബൽ സ്റ്റഡീസ്, ആർക്കിയോളജി, കൾച്ചർ, ആന്ത്രോപോളജി, മെഡിക്കൽ, ഫോറൻസിക്, ഹ്യൂമൻ റിസർച്ച്, സോഷ്യൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഇന്ത്യയിലൊക്കെ ഒരു സാലറി എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് 20 to 45 per month ആണ്. എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി കൂടും. അബ്രോഡാണെന്നുണ്ടെങ്കിൽ അത് ഓരോ രാജ്യത്തെയും ആസ്പദമാക്കിയിട്ടിരിക്കും. ഈ കോഴ്സ് ആർക്കാണ് ഏറ്റവും നല്ല? അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് വേണമല്ലോ. മനുഷ്യ സമൂഹം സംസ്കാരവും പഠിക്കാൻ ഇഷ്ടമുള്ളവർ, റിസർച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർ, ഗവൺമെൻറ് ജോബ്സ് ലക്ഷ്യമുള്ള NGO, സോഷ്യൽ സെക്ടറിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, UPSC, PSC പ്രിപ്പയർ ചെയ്യുന്നവർ, അബ്രോഡ് ഹയർ സ്റ്റഡീസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ചെയ്യാവുന്നതാണ്, ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡിഗ്രി എടുത്താൽ മാത്രം ഇമ്മീഡിയറ്റ് ഹൈ സാലറി ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഹയർ സ്റ്റഡീസ് ചെയ്യണം. ഇതിൻ്റെ MA അല്ലെങ്കിൽ MSc ചെയ്യണം. ഹയർ സ്റ്റഡീസ് ചെയ്യണം. റിസർച്ച് സ്കില്ല് വേണം, ഫീൽഡ് എക്സ്പീരിയൻസ് വേണം, സ്പെഷ്യലൈസേഷൻ വേണം. ഇവ ചേർന്നാൽ വളരെ നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടാം. വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഈ ഒരു കോഴ്സ് അഡ്മിഷൻ എടുക്കുകയും അതിൻ്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മറ്റു കോഴ്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ നമ്മുടെ എഡ്യൂഫിക്സ് അക്കാദമി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ആന്ത്രോപോളജിയിലെ തന്നെ
ഇഗ്നോയിലുള്ളത് MSc അല്ല ഉള്ളത്, പകരം MA ആന്ത്രോപോളജിയാണ് നമുക്ക് ഇഗ്നോയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു PG പ്രോഗ്രാമാണ്, പോസ്റ്റ് ഗ്രാജുവേഷനാണ്, ഡിസ്റ്റൻസ് തന്നെയാണ്, വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കോഴ്സാണ്, 2 ഇയർ ആണ്. അപ്പോൾ എല്ലാ PG കോഴ്സുകളും 2 ഇയർ ആണല്ലോ, അപ്പോൾ മാക്സിമം 4 ഇയർ ആണ് യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ തരുന്ന സമയം. ഇത് ഇംഗ്ലീഷിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. സ്പെഷ്യലൈസേഷൻ ആന്ത്രോപോളജി ആണ്. അപ്പോൾ നമുക്കറിയാലോ NGOയിലും അതുപോലെ സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ മനുഷ്യൻ്റെ പരിണാമം, അങ്ങനെ മനുഷ്യനെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഒരു കോഴ്സാണിത്, നമുക്കെല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ മനുഷ്യരുടെ സമയവും സ്ഥലവും അതുപോലെ തന്നെ അവരുടെ ശാരീരിക അതുപോലെ തന്നെ അവരുടെ മാനസിക വികാസം, ഫിസിക്കൽ, അവർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളും അവരുടെ സംസ്കാരങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ഒരു കോഴ്സാണത്. അതുപോലെ തന്നെ നമ്മൾ ആന്ത്രോപോളജിസ്റ്റുകളായിട്ട് NGOസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സിന് ആവശ്യമുള്ളതിനാലും ഈ ഒരു കോഴ്സ് ഇഗ്നോ വികസിപ്പിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനി ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഒരു ഇയറിന്, ഒരു വർഷത്തേക്ക് 9500 ഫീസ് വരുന്നത്. ഫസ്റ്റ് ഇയർ നിങ്ങൾക്ക് രജിസ്ട്രേഷനും ഡെവലപ്മെൻറ്റ് ഫീ അടക്കം 10,200 രൂപയാണ് വരിക. സെക്കൻഡ് ഇയറിൽ 9500 രൂപയാണ് വരിക. നിങ്ങൾക്ക് ഇനി പുസ്തകം വേണ്ടെന്നുണ്ടെങ്കിൽ 15% നിങ്ങൾക്ക് ഈ ഒരു ഫീസിൽ നിന്ന് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും. കേരളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി സെൻറ്റേഴ്സ് ഈ 2 മാർ യുവാനിയസ് കോളേജും, മാർ യുവാനിയസ് കോളേജിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റഡി സെൻറ്റർ ഏതായാലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അസൈൻമെൻറ്റുകളാണ്. ഈ കോഴ്സ് കോർഡിനേറ്റ് ചെയ്യുന്നത് അവരാണ്, ഇതിന് നിർദ്ദേശങ്ങൾ തരുന്നത് അവരാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റഡി സെൻറ്റർ തന്നെ ചൂസ് ചെയ്യണം. ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ 2 സെൻറ്ററുകളാണ്. എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയും. അപ്പോൾ എക്സാമിനെ കുറിച്ചിട്ട് നിങ്ങൾ പ്രശ്നമില്ല. പക്ഷേ സ്റ്റഡി സെൻറ്റർ ഈ 2 സെൻറ്ററുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് പതിവ് പോലെ ഇതിൻ്റെ സ്കോപ്പുകളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ലഭിക്കുന്ന ജോലി സാധ്യതകൾ ഏതെല്ലാം? അധ്യാപന മേഖലകളിൽ നിങ്ങൾക്കറിയാം, MA കഴിഞ്ഞ ആളുകൾക്ക് കോളേജുകളിൽ അധ്യാപകനായിട്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ നെറ്റും PhDയും കഴിഞ്ഞാൽ അവർക്ക് അത് ലഭിക്കാം. അത്തരം ജോലി സാധ്യതകളുണ്ട്. ട്യൂട്ടറായിട്ട്, അക്കാദമിക് കണ്ടൻറ്റ് ക്രിയേറ്ററായിട്ടും ജോലി സാധ്യതകളുണ്ട്. അതുപോലെ ഗവേഷണ മേഖലകളിൽ റിസർച്ച് അസിസ്റ്റൻറ്റ്, സോഷ്യൽ റിസർച്ചർ, ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ, സർവേ അനലിസ്റ്റ്, യൂണിവേഴ്സിറ്റികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവിടങ്ങളിലാണ് ഈ പറയുന്ന ജോലികൾ ലഭിക്കാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ ഇനി വരുന്നത് നിങ്ങൾക്ക് സർക്കാർ മേഖലയിലുള്ള ജോലി സാധ്യതകളാണ്. അതുപോലെ ട്രൈബൽ വെൽഫെയർ വകുപ്പ്, പുരാവസ്തു വകുപ്പ്, മ്യൂസിയം വകുപ്പ്, സെൻസസ് വിഭാഗം, ഗ്രാമവികസന പദ്ധതികൾ, പൊതുജനാരോഗ്യ പദ്ധതികൾ, ഇതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മേഖലകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സർക്കാർ മേഖലകളിൽ ഇത്രയും വിഭാഗത്തിൽ നിങ്ങൾക്ക് ജോലിക്ക് സാധ്യതയുണ്ട്. UPSC, PSC, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകൾക്കും ആന്ത്രോപോളജി നല്ലൊരു വിഷയമാണ്. NGO ആൻഡ് സോഷ്യൽ സർവീസ് മേഖലകൾ, അതിൽ NGO പ്രൊജക്റ്റ് കോർഡിനേറ്ററായിട്ട് ജോലി ലഭിക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഓഫീസർ, ട്രൈബൽ ഗ്രാമവികസന പദ്ധതികൾ, മനുഷ്യാവകാശ സംഘടനകൾ, ആരോഗ്യ മെഡിക്കൽ മേഖലകളിൽ ഒന്ന് നോക്കാം. പബ്ലിക് ഹെൽത്ത് റിസർച്ച്, കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രൊജക്ട്സ്, ന്യൂട്രീഷൻ സ്റ്റഡീസ്, മെൻ്റൽ ഹെൽത്ത് റിസർച്ച്, ഇത്തരം വിഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിലൊക്കെ അവസരങ്ങൾ ഉണ്ട്. പുരാവസ്തു പൈതൃക മേഖല, മ്യൂസിയം അസിസ്റ്റൻറ്റ്, ഹെറിറ്റേജ് റിസർച്ചർ, ആർക്കിയോളജി പ്രൊജക്റ്റുകൾ, സംസ്കാര പഠന ഗവേഷകൻ. അപ്പോൾ പിന്നെ വിദേശ രാജ്യങ്ങളിലെ സ്കോപ്പ്, താഴെ പറയുന്ന രാജ്യങ്ങൾ ആന്ത്രോപോളജി പ്രൊഫഷണൽസിന് നല്ല ഡിമാൻഡുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ജർമ്മനി.
ഈ രാജ്യങ്ങളിൽ റിസർച്ച് യൂണിവേഴ്സിറ്റികളിൽ അവസരങ്ങളുണ്ട്. ഇൻ്റർനാഷണൽ NGOസിൽ പബ്ലിക് ഹെൽത്ത് ഓർഗനൈസേഷൻ, മൈഗ്രേഷൻ, മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ് എന്നിവ ജോലി സാധ്യത ഉണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇഗ്നോയിൽ ആന്ത്രോപോളജി ഡിഗ്രി ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. ഇതെന്താണ്? UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകൃത ഡിഗ്രിയാണ്. ജോലി ചെയ്യുന്നതിനോടൊപ്പം പഠിക്കാം. ഡിസ്റ്റൻസാണ്. NET JRF, NET JRF PhD ചെയ്യാൻ അവസരമുണ്ട്. UPSC ഓപ്ഷൻ സബ്ജക്റ്റായി ആന്ത്രോപോളജി നല്ലതാണ്. ഇന്ത്യയിലും വിദേശത്തും ഹയർ സ്റ്റഡീസിന് ഉപയോഗപ്രദമാണ്. ഇതിൻ്റെ ഒരു ശമ്പളത്തിൻ്റെ ഒരു സാധ്യതയാണ് ഈ കാണിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. ഒരു സാധ്യത മാത്രമാണ്. ഇത് ആർക്കെല്ലാം ഉപകാരപ്പെടുന്നത്? മനുഷ്യനും സമൂഹത്തെയും കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഗവേഷണ മേഖല ഇഷ്ടമുള്ളവർ, അധ്യാപന രംഗത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, UPSC NET PhD ലക്ഷ്യമിടുന്നവർ, NGO സോഷ്യൽ സർവീസ് മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. ഭാവിയിൽ പബ്ലിക് ഹെൽത്ത്, ഹ്യൂമൻ ബിഹേവിയർ റിസർച്ച്, AI, ഹ്യൂമൻ ഇൻ്ററാക്ഷൻസ്, മൈഗ്രേഷൻ സ്റ്റഡീസ് പോലെ മേഖല വളർന്നു വരുന്ന ആന്ത്രോപോളജി പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത കൂടി വരികയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ എജുഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി കോഴ്സും പറഞ്ഞു, അതുപോലെ തന്നെ ഒരു MA കോഴ്സും ആന്ത്രോപോളജിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ജോലി സാധ്യതകൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് എടുക്കാൻ എജുഫിക്സ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെടാം. നമുക്ക് വീണ്ടും കൂടുതൽ സബ്ജക്റ്റുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ചാനലിൽ ലോഗിൻ ചെയ്യുക. താങ്ക്